നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞ ഒരു വക്കീൽ. എ ഗുഡ് ലോയർ ഈസ് എ ബാഡ് ക്രിസ്ത്യൻ എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്നതാണ്. ഏതോ ഒരു ശനിയാഴ്ച കോടതി അന്തം വിട്ടിരുന്നു ഇന്ന് പ്രേക്ഷകർ. ഈ സിനിമയ്ക്ക് ആവശ്യമില്ലാത്തതാണ് എന്ന് ഞാൻ കരുതുന്ന കുറെ എണ്ണം ഇടയ്ക്കിടയ്ക്ക് സുരേഷ് ഗോപിയെ കൊണ്ട് പറയിക്കുന്നുണ്ട്. പക്ക പൊളിറ്റിക്കൽ ഡയലോഗ്. ഇനി ഈ സിനിമയ്ക്ക് ശേഷം രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നതോട് ഞാൻ പറയാം. അതായത് അപ്പോൾ ഇന്നത്തെ വിഷയം JSK അഥവാ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഒത്തിരി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തതിന് ശേഷം ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയ സുരേഷ് ഗോപി ചിത്രം. സത്യത്തില് ഏതോ ഒരു ശനിയാഴ്ച കോടതി ചിത്രം കണ്ട് അന്തം വിട്ടിരുന്നു പോയ നിമിഷം, ഇന്ന് ചിത്രം കണ്ട പ്രേക്ഷകരും അന്തം വിട്ടിരുന്നു പോയ ദിവസം. ഇരു കൂട്ടരും അന്തം വിട്ടുപോയതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാല്, ഈ ജാനകി എന്നുള്ള പേര് മതവികാരത്തെ വ്രണപ്പെടുത്തും എന്ന നിഗമനത്തിലേക്ക് സെൻസർ ബോർഡിനെ എങ്ങനെ എത്തിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഓർത്തിട്ടാണെന്ന് മാത്രം. പക്ഷേ ചിത്രം രാജ്യത്ത് തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ചേക്കാവുന്ന ഒരു വിഷയം തന്നെയാണ് കേട്ടോ മുന്നോട്ട് വെക്കുന്നത്. അത് സത്യത്തിൽ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും വലിയ തലവേദന വരും കാലങ്ങളിൽ സൃഷ്ടിക്കും എന്നുള്ളത് തീർച്ചയാണ്. പിന്നെ അടുത്ത ഒരു കാര്യം വളരെ ശ്രദ്ധേയമായത്, അതായത് അവസാനവട്ട മിനുക്കുമണികൾ നടത്തേണ്ടി വന്ന കാരണത്താല് ചിത്രം കാണുന്നവർക്ക് ചില സന്ദർഭങ്ങളിൽ അരോചകത്വം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ള ജാനകിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കാണിക്കുന്നുണ്ട്. സെൻസർ ബോർഡിനിട്ട് ഒരു ചെറിയ കൊട്ട്, സിനിമാക്കാർക്കും വേണ്ടി ഈ ഒരു ആശ്വാസം എന്നൊക്കെ പറയുന്നത്. പിന്നെ ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ലാഗ് ഇല്ലാത്ത ഒരു പെർഫെക്റ്റ് മേക്കിംഗ് എന്നൊക്കെ പറയാവുന്ന, നായകന് മാസ് എൻട്രി കൊടുക്കാത്ത, നായികാ പ്രാധാന്യമുള്ള ഒരു ഡീസന്റ് മൂവി. നായികാ പ്രാധാന്യം എന്ന് പറയാൻ കാരണം ഈ സുരേഷ് ഗോപിക്ക് അനായാസം കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഷയമാണ് അല്ലെങ്കിൽ വേഷമാണ് ഈ വക്കീലിൻ്റെത് എന്ന് പറയുന്നത്. പക്ഷേ നായികയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ള വേഷമായിരുന്നു. അപ്പോൾ ആ നായിക കഥാപാത്രം പെർഫെക്റ്റ് ആക്കി അനുപമയ്ക്കാണല്ലോ നമ്മൾ മാർക്കിടേണ്ടത്. അതായത് വിദ്യാസമ്പന്നയായിട്ടുള്ള, നല്ല ബോൾഡ് ആയിട്ടുള്ള, ചില സന്ദർഭങ്ങളിൽ ഓവർ സ്മാർട്ട് എന്ന് വരെ നമുക്ക് തോന്നിപ്പിക്കുന്ന നായികയ്ക്ക് പെട്ടെന്ന് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, പ്രത്യേകിച്ച് നീതി നേടിയെടുത്ത് മറ്റുള്ള സ്ത്രീകൾക്ക് മാതൃകയാകാൻ ഇറങ്ങിത്തിരിക്കുന്ന നായികയ്ക്ക് പൂർണ്ണമായിട്ടും ഒരു പൈങ്കിളി ഇര എന്നുള്ള ആ ഒരു കഥാപാത്രം ആവാൻ സാധിക്കില്ല. പകരം ഇരയും പോരാളിയും ചേർന്നുള്ള ഒരു ബ്ലെൻഡഡ് ക്യാരക്ടർ ആവേണ്ടി വരും. അതായത് ഒരു പ്രത്യേക മീറ്റർ വെച്ചുള്ള പ്രകടനം നടത്തേണ്ടി വരും. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ കൈവിട്ട് പോകുന്ന കഥാപാത്രം. അത് അനുപമ സൂപ്പറായിട്ട് കൈകാര്യം ചെയ്തു. പിന്നെ സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തെക്കുറിച്ചുള്ള ഒരു പിക്ചർ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് പേരെഴുതി കാണിക്കുമ്പോൾ കാണിക്കുന്ന കുറെ പേപ്പർ കട്ടിങ്ങുകളിലൂടെയാണ്. അത്രയും സമയം വരെ അവര് ലാഭിച്ചിട്ടുണ്ട്. അതാണ് ലാഗ് ഇല്ല, പിന്നെ പെട്ടെന്ന് മുന്നോട്ട് പോകുന്ന കഥ എന്നൊക്കെ ഞാൻ പറഞ്ഞത്. അതായത് പ്രളയകാലത്ത് സർക്കാർ നടപടികളെ പുകഴ്ത്തുന്ന, മുല്ലപ്പെരിയാറിന് വേണ്ടി സുപ്രീം കോടതിയിൽ വരെ പോകും എന്നൊക്കെ പറയുന്ന, ജനങ്ങളെ ബന്ദികളാക്കുന്ന ഹർത്താൽ എന്നുള്ള പൊറോട്ട നാടകം അല്ലെങ്കിൽ രാഷ്ട്രീയ കലാപരിപാടിക്കെതിരെ പോരാടുന്ന, അങ്ങനെ നീതിക്കൊപ്പം നിൽക്കുന്ന ഒരു നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറന്ന വക്കീൽ. എ ഗുഡ് ലോയർ ഈസ് എ ബാഡ് ക്രിസ്ത്യൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നായകൻ. പിന്നെ എടുത്തു പറയേണ്ടത്, സുരേഷ് ഗോപിയെ പോലുള്ള ഒരു സൂപ്പർ സ്റ്റാർ വക്കീൽ വേഷം അവതരിപ്പിക്കുമ്പോൾ അതിന് കിടപിടിക്കുന്ന രീതിയിൽ മറ്റൊരു വക്കീൽ വേഷം കൈകാര്യം ചെയ്യുന്ന ശ്രുതി രാമചന്ദ്രൻ എന്ന് പറയുന്ന നടി. അവരാണ് യഥാർത്ഥത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ. അല്ലാതെ കുറെ PR വർക്കും ചെയ്ത് സ്വയം ലേഡി സൂപ്പർ സ്റ്റാർ ആയി നടക്കുന്നവരല്ല യഥാർത്ഥ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിക്കുന്ന ആ ഒരു പ്രകടനം, അതും ഇടവേളയ്ക്ക് ശേഷം മാത്രം അവതരിക്കുന്ന ആ കുറച്ച് സീനുകൾ കൊണ്ട് അവരത് പറയിപ്പിച്ചു. അടുത്ത നമ്മളുടെ ബൈജു കുറെ കാലങ്ങൾക്ക് ശേഷം മേലനങ്ങി പണിയെടുത്ത സിനിമ. കാരണം അദ്ദേഹത്തിനുണ്ട് ഇതിലൊരു ഫൈറ്റ് സീൻ. കളിയാക്കിയതല്ല കേട്ടോ, കിട്ടിയത് നന്നായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ അസ്കർ അലി നെപ്പോ അല്ല എന്ന് തെളിയിച്ച ഒരു ചിത്രം കൂടിയാണത്. ഈ മാധവ് എന്ന് പറയുന്ന ആ ഒരു നടൻ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ മകൻ അച്ഛനെയും ചേട്ടനെയും പറയിപ്പിക്കുന്ന പ്രകടനം നടത്തിയിട്ടുണ്ട്. പിന്നെ വ്യത്യസ്ത അപ്പിയറൻസിൽ SI വേഷത്തിൽ ചിത്രത്തിലെത്തിയ നമ്മുടെ പഴയ ആ യദുകൃഷ്ണൻ, മനസ്സിലായില്ലെങ്കിൽ പറയാം, നമ്മളുടെ പഴയ ഞങ്ങൾ അസ്വസ്ഥരാണ് എന്നുള്ള ഡയലോഗിന്റെ ഉടമസ്ഥൻ, അദ്ദേഹവും നന്നായിട്ട് വേഷം കൈകാര്യം ചെയ്തു. പിന്നെ കുറെ ഡയലോഗുകൾ, അതായത് സാമൂഹ്യ പ്രസക്തി അർഹിക്കുന്നതാണെങ്കിലും ഈ സിനിമയ്ക്ക് ആവശ്യമില്ലാത്തതാണ് എന്ന് ഞാൻ കരുതുന്ന കുറെ എണ്ണം ഇടയ്ക്കിടയ്ക്ക് സുരേഷ് ഗോപിയെ കൊണ്ട് പറയിക്കുന്നുണ്ട്. അതായത് സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ച് നഷ്ടപ്പെട്ടവരെ കുറിച്ചുള്ളത്, പോലീസ് സ്റ്റേഷനിൽ ഇടിവെട്ടി CCTV അടിച്ചു പോകുന്ന കാര്യം, പള്ളിക്ക് പകരം പള്ളിക്കൂടം പണിയണം എന്നുള്ളതിനെ കുറിച്ച് കാര്യം, അതുപോലെ തന്നെ ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്നത് വഴിയോരങ്ങളിൽ മൂത്രപ്പുര പണിയുന്നതിന് പകരം വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് മഞ്ഞക്കുറ്റി ഇടുന്നതിനെ കുറിച്ച്, അങ്ങനെ ഒരു നീണ്ട നിര. പക്ഷെ ബൈജു ഒരു ഡയലോഗ് പറയുന്നുണ്ട്, വേണ്ടാധീനം കാണിച്ചാൽ പോലീസിനെ ജനം കൈകാര്യം ചെയ്യുന്ന കാലമാണ് ഇത് എന്ന്. ആ ഒരു ഡയലോഗ് കേട്ടപ്പോഴാണ് പ്രേക്ഷകരെല്ലാവരും കൈയടിച്ചത്. അത് കേട്ട് തിയേറ്ററിൽ നിന്ന് ജനം കൈയടിക്കുന്ന ഒരു പ്രത്യേക ഫീലായിരുന്നു. ഇനി വിഷയത്തിലേക്ക് വരാം. ക്രൈം ത്രില്ലർ മൂവി എന്നൊക്കെ പറയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആ ഒരു പാട്ടുകൾ, അത് ചിത്രത്തിലെ വിഷ്വൽസിനോടൊപ്പം കേൾക്കുമ്പോൾ എല്ലാ പാട്ടുകളും സൂപ്പർ എന്ന് തന്നെ പറയാതെ വയ്യ.
ഇനി പടം അവസാനിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഒരു വോയിസ് ഓവറോട് കൂടിയിട്ടാണ് കേട്ടോ. അതായത് പലപ്പോഴും കോടതികളാണ് ജനങ്ങളുടെ പഴി കേൾക്കേണ്ടി വരുന്നത്, പക്ഷെ യഥാർത്ഥ കുറ്റക്കാർ കേസ് അന്വേഷണം നടത്തുന്ന പോലീസാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അത് പണക്കാരുടെയും മതമേലധ്യക്ഷന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇനി ഈ സിനിമയ്ക്ക് ശേഷം രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന കൂടി ഞാൻ പറയാം. അതായത് രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങൾക്കും ഇനി മക്കളുണ്ടാവും, മുഖ്യമന്ത്രിമാര് അവരുടെ അച്ഛനമ്മമാരാവും. അപ്പോൾ ശരി.